കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ കണ്ണു തുറന്ന ശിവന് തന്റെ മേലെന്തോ ഭാരമുള്ളതുപോലെ തോന്നിയതും ഒന്നുകൂടെ കണ്ണുകൾ വലിച്ചു തുറന്നതും കണ്ടു അവന്റെ നെഞ്ചിൽ കയറി കിടന്നുറങ്ങുന്ന സ്ത്രീയെ. എന്നോട് കുറെ ഡയലോഗ് അടിച്ചിരിക്കുന്ന സാധന ഇവന്റെ നെഞ്ചി കയറി കിടക്കുന്നേ. ശിവശ്രീയെ നോക്കി പല്ല് കടിച്ചു. ഡീ മാറിക്കെടുക്കടി. ശിവൻ അവളെ അടത്തി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും സ്ത്രീ ഒന്നുകൂടെ കുറുകി അവനെ കൂടുതൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കിടന്നു. നാശം. ശിവൻ ശക്തിയിൽ അവന്റെ മേൽ ചുറ്റിയിരുന്ന സ്ത്രീയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. പെട്ടെന്ന് സ്ത്രീ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഉറക്കത്തിൽ ഈ കാലമാണ്ട മുഖമുള്ള ദൈവം ഞാൻ കാണുന്നത്. ഉറക്കപ്പിച്ചില്ല അതും പറഞ്ഞവൾ ഒന്ന് തിരിഞ്ഞും പറഞ്ഞും കിടന്നതും ശിവൻ അവളൊന്ന് കലിപ്പിൽ നോക്കി ബാൽക്കണിയിൽ നിന്നുള്ള തന്റെ ജിം റൂമിലേക്ക് പോയി. മോർണിംഗ് വാക്കിങ്ങിന് വേണ്ടി റെഡിയായി ശിവൻ ശരത്തിനെ വിളിക്കാൻ അവന്റെ റൂമിലേക്ക് പോയെങ്കിലും അവനോട് ഉണ്ടായിരുന്നില്ല. ഡേ കുർബി, നിന്റെ അച്ഛനെന്തേ? ബെഡിൽ ഉണർന്ന് കിടക്കുന്ന മിത്തുമോളെ എടുത്ത് വയറിൽ മൂക്കുകൊണ്ട് ഉരസി ചോദിച്ചു. അച്ഛനല്ലേ ഇവിടെയല്ലോ അങ്ങേ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് മിത്തുമോള് പറഞ്ഞു. കുഞ്ഞു പറഞ്ഞത് കേട്ട് അവനും ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ശിവ ഉള്ളിൽ ഊറി ചിരിച്ചുകൊണ്ട് മിത്തുമോളെയും എടുത്ത് താഴേക്ക് പോയി. ഹാളിലെത്തിയ ശിവയും മിത്തുവും മൂവരുടെയും കിടപ്പ് കണ്ട് ചിരിച്ചുപോയി. അച്ഛൻ്റെ വയറിൽ തലവെച്ച് ശരത്തിന്റെ നെഞ്ചിലേക്ക് കാലും കയറ്റി വെച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ശ്യാമിനെ കണ്ട് രണ്ടുപേരും ചിരിയടക്കി. അച്ഛാ. ശിവൻ കയ്യിലുള്ള മിത്തുവിന് സെറ്റിയിലേക്ക് ഇരുത്തി അച്ഛനെ പോയി കുലുക്കി വിളിച്ചു. അച്ഛാ. എന്താ ശിവ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഉറക്കപ്പിച്ചിൽ കണ്ണുകൾ തുറക്കാന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛാ എനിക്ക് ടൈം 6 കഴിഞ്ഞു, നടക്കാൻ പോണ്ടേ? നീ പോയടാ ചെറുക്ക, എനിക്കൊന്നും ഈ കൊച്ചുമേളപ്പങ്കാലത്ത് എണീറ്റ് റോഡിലൂടെ ഓടാൻ. ശിവന്റെ കൈകൾ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എണീക്കാൻ നോക്കച്ചാ, ഇല്ലേ ഞാൻ ഈ കോലത്തിൽ കൊണ്ടുപോകേ. ശിവൻ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് തന്നെ അച്ഛൻ തന്റെ മേലുള്ള ശ്യാമിന്റെ തലയെടുത്ത് എണീച്ചിരുന്നു. സ്വന്തം മോൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. നിന്നെയല്ല, നിന്നെ ഇങ്ങനെയുള്ള ശീലങ്ങൾ പഠിപ്പിച്ച എൻ്റെ അളിയനെയും നിങ്ങളെ പറഞ്ഞാൽ മതി. ഉറക്കം മുറഞ്ഞ ഈർഷ്യയിൽ എണീറ്റ് തല ചൊറിഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു. ഓരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. ശിവൻ പറഞ്ഞത് കേട്ട് അച്ഛൻ്റെ മുഖം പാടി. അവനിപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ലെന്ന് ഓർത്ത് ആ ഹൃദയം വിങ്ങി. മോനെ, നീ ഇപ്പോഴും അതൊന്നും. അയ്യേ എൻ്റെ രാമ, ഞാൻ തമാശക്ക് പറഞ്ഞതാ. ഇനി അത് ഓർത്തിരിക്കണ്ട. അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വിട്ട് വേഗം റെഡിയായി വാ, എൻ്റെ മൂഡ് മാറ്റാതെ. അയ്യോ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, എനിക്കിന്നൊരിടം വരെ പോകാനുണ്ട്. ജീവാപ്പ, അച്ഛൻ കാലം പനിയ. ഞാൻ അച്ഛൻ അത്തമ്മയൊരു പനി കേട്ടില്ല. ഇനി എങ്ങോട്ടും പോകാനില്ലെന്ന്. ശരത്തിന്റെ ഫോണെടുത്ത് കാർട്ടൂൺ കാണുന്നതിനിടയിലായി മിത്തുമോള് പറഞ്ഞു. നീ എൻ്റെ മോൻ്റെ മോള് തന്നെയാണ് കുരിപ്പേ. കിട്ടിയ അവസരം രണ്ടും എനിക്കിടെ തന്നെ വിനിയോഗിക്കണം. അച്ഛൻ മിത്തു പറയുന്നത് കേട്ട് പെറുപിറുത്തു. വയസ്സാം കാലത്ത് ഇത്രയും മാടി പാടില്ല രാമ. എന്ന് രാവിലെ ഈ നടന്നതിലൂടെയെങ്കിലും ഈ ബോഡി നനങ്ങിക്കോട്ടെ. ആർക്കാടാ വയസ്സായത്? ഞാനിപ്പോഴും സ്റ്റില്ല് എങ്ങാ. ഓ, എന്നാ സ്റ്റില്ലിങ് മാനേ വേഗം പോയി റെഡിയായിട്ട് വന്നാട്ടെ. ശിവനെ നോക്കി അമർത്തി മോളി കൊടുത്തിരുന്ന മുണ്ടും മുറുക്കി കുത്തി അച്ഛൻ റൂമിലേക്ക് പോയതും ശിവൻ ഒന്നും അറിയാതെ ഉറങ്ങുന്ന ശരത്തിനെയും ശ്യാമിനെയും നോക്കി നെടുവീർപ്പിട്ടു. ശ്യാമനെ വിളിച്ചിട്ടും കാര്യമില്ല. ഇനി കുത്തിപ്പൊക്കി കൊണ്ടുപോയാലും മാടി പിടിച്ച് നടക്കുകയുള്ളെന്ന് അറിയാവുന്നത് കൊണ്ട് ശിവൻ അവൻ്റെ കാല് ശരത്തിന്റെ മേലിൽ നിന്ന് എടുത്തു മാറ്റി അവനെ തട്ടി വിളിക്കാൻ തുടങ്ങി. എൻ്റെ നീതു, നീ അവിടെ നിൽക്കാതെ ഇവിടെ വന്ന് കിടക്ക്. ശരത്തുറക്കത്തിൽ ശിവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കൈ എന്താടി പൊന്നെ ഇങ്ങനെ? എന്നാലും സാരല്ല, നീക്ക് ഒത്തിരി ഇഷ്ടാ നിന്നെ. അതും പറഞ്ഞ് ശരത്ത് നീതുവാണെന്ന് കരുതി അവന്റെ കൈകളിൽ ചുണ്ടു ചേർക്കാൻ പോയതും ശിവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ച് അവന്റെ മുതുകിനൊരു ചവിട്ട് കൊടുത്തു. അയ്യോ, എന്തിനടത്ത് എണ്ടി നീനെ ചവിട്ടി? നടുവൊഴിഞ്ഞുകൊണ്ട് ശരത്ത് ചോദിച്ചു. വെറുതെ ഒന്നല്ലോ, ഏടത്തിയാണെന്ന് കരുതി എന്നെ ഉമ്പോക്കാൻ വന്നിട്ടല്ലേ? നീ കാരണം നല്ല സ്വപ്നം പോയി കിട്ടി. സ്വപ്നം പിന്നെയും കാണാം. ഈ പേടം പോയി റെഡിയായി വാ, വേഗം വേണം, ഇപ്പം തന്നെ വൈകി. എൻ്റെ ശിവ, ഇന്നലെ നിന്റെ കല്യാണം ആയിരുന്നെങ്കിൽ ഓടിപ്പാഞ്ഞ് അധ്വാനിച്ചത് ഞാനാ. അതുകൊണ്ട് എനിക്കിത് ലീവാണ്. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. കോട്ടുമായിട്ട് വീണ്ടും കിടക്കാൻ ഒരുങ്ങിക്കൊണ്ട് ശരത്ത് പറഞ്ഞു. പിന്നെ എനിക്കറിയാം അധ്വാനം. മുൻ കാമുകയും വായി നോക്കി നടക്കില്ലായിരുന്നു. ഞാനെല്ലാം എടുത്തോട് പറയാം. എൻ്റെ പൊന്നു കുഞ്ഞെ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അല്ലേലേ സ്വന്തം അമ്മകാരപ്പം പട്ടിണിയാ. അതിൻ്റെ ഇടയിൽ നീയും കൂടി പണിയല്ലടാ. എന്നാലേ ഏട്ടൻ വേഗം പോയി റെഡിയായി വാ. ഇനിയും ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാനാണ് പാവെങ്കിൽ. ഇങ്ങനെ പോയാൽ മിക്കവാറും എനിക്ക് എൻ്റെ കെട്ടിയോളും കൊച്ചുമായി നാട് വിടേണ്ടി വരും.
ഏട്ടാ നീ കിടന്ന് അലറണ്ട, ഞാനതേ പോയി ഇതാ വന്നു. അതും പറഞ്ഞ് ശരത്ത് വേഗം റൂമിലേക്ക് പോയി. രണ്ടുപേരും റെഡിയായി വന്നതും മൂവരും വേഗം തന്നെ സ്ഥിരം റൂട്ടിലേക്ക് തിരിഞ്ഞു. ജോഗിങ് കഴിഞ്ഞ് ഫ്രഷായി ശിവൻ വന്നപ്പോഴും ശ്രീ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. കേടുക്കുന്ന കണ്ടില്ലേ, മോശം, ഇപ്പോഴും കുഞ്ഞാന്ന വിചാരം. ബെഡിൽ ചുരുണ്ടുകൂടി തള്ളവരിലും വായിലിട്ട് നുണഞ്ഞു കിടക്കുന്ന സ്ത്രീയെ നോക്കി അതും പറഞ്ഞ് ശിവൻ ബാത്റൂമിൽ പോയി ഒരു ബക്കറ്റ് വെള്ളവും എടുത്തു വന്ന് അവളുടെ മേലേക്ക് ഒഴിച്ചു. അയ്യോ രക്ഷിക്കണേ, ആ കാലമാണ് പറഞ്ഞ പോലെ എന്നെ തോട്ടിക്കൊണ്ടുപോയിട്ടേ, എനിക്ക് നീന്തൽ അറിഞ്ഞൂടെ. ശ്രീ മേലേക്ക് വെള്ളം വീണെന്ന് മുറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. നിന്നെ തോട്ടിലടി, കോളത്തിലേക്ക് കൊണ്ട് വിടേണ്ടത്. ശിവന്റെ ദേഷ്യത്തിലുള്ള അലറി കേട്ടതും ശ്രീ കണ്ണു തിരുമ്പി കാലിപ്പിൽ ബക്കറ്റും പിടിച്ച് നിൽക്കുന്ന അവനെ നോക്കി. അവൻ ചെയ്തതോർത്ത് രണ്ടെണ്ണം പറയാനൊരുങ്ങിയ ശ്രീ അവൻ്റെ ഉരുട്ടി കയറ്റി വെച്ച ബോഡി കണ്ട് വായും തുറന്നിരുന്നു. അവൻ്റെ ഉരുട്ടി കയറ്റ ബോഡി കണ്ട് അവളും വെള്ളിറക്കി. ഫ്രഷായി ഇറങ്ങിയത് കൊണ്ട് തന്നെ കഷ്ടിച്ച് മുട്ടോളം ഇറക്കമുള്ള ഒരു ജീനിൻ്റെ 3/4 അവൻ്റെ വേഷം. അവൻ്റെ ദൃഢമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷം പതിപ്പിച്ച ചെയിനിലേക്കും നെഞ്ചിലെ രോമങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തുള്ളികളെയും അവൾ കൗതുകത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ശിവന് ദേഷ്യം ഇരട്ടിയായി. എണീറ്റ് പോയി ശാവമേ. ശിവന്റെ പെട്ടെന്നുള്ള അലറി കേട്ടതും ശ്രീ ഞെട്ടി ബെഡിന്ന് എഴുന്നേറ്റു. താൻ വല്ലത് ആളാവണ്ട, താനിപ്പോൾ ചെയ്തതിന് പകരം ഈ ശ്രീനന്ദൻ തനിക്കൊരു പണി തന്നിരിക്കും. പോയി കുളിക്കടി ശാവമേ, പിന്നെ പോകുമ്പോൾ ഈ ബക്കറ്റ് കൂടെ കൊണ്ടുപോക്കോ. പുച്ഛത്തോടെ ശ്രീയോട് അതും പറഞ്ഞ് ശിവൻ ബക്കറ്റ് അവളുടെ നേരെ എറിഞ്ഞതും ശ്രീ അത് ക്യാച്ച് പിടിച്ച് അവനെ കണ്ടിട്ട് നോക്കിയതും ശിവൻ അവളുടെ നോട്ടത്തെ പാടെ അവഗണിച്ച് കയ്യിലുള്ള ടവൽ കൊണ്ട് തല തോർത്തി ബാൽക്കണിയിലേക്ക് നടന്നു. ആ ഈ കാലമാനം കൊണ്ട് ഇപ്പോഴൊരു ഉപകാരം ഉണ്ടായി, ഇനി ഏതായാലും കുളിക്കണ്ട, പല്ല് തേച്ചാൽ മതി. ശിവൻ പോകുന്ന നോക്കി ശ്രീ അതും തെറുപുറത്ത് ബാത്റൂമിൽ കയറി. നീതുച്ചി, ആഹാ നീ ഇത്ര നേരത്തെ എണീറ്റ് കുളിച്ചോ? മുടിയിൽ തോർത്തും ചുറ്റിവെച്ച് കിച്ചണിലേക്ക് വന്ന സ്ത്രീയെ കണ്ട് നീതു ആശ്ചര്യത്തോടെ ചോദിച്ചു. അതിൻ്റെ കാര്യം പറയണ്ട ചേച്ചി, ആ കാലമാണ് രാവിലെ തന്നെ എന്നെ കുളിപ്പിച്ചു. എന്ത്? ശ്രീ പറഞ്ഞത് കേട്ട് കണ്ണും തള്ളിക്കൊണ്ട് നീതു ചോദിച്ചു. നീതു ചോദിച്ചതും ശ്രീ എല്ലാം അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞതൊക്കെ കേട്ട് നീതു ചിരിക്കാൻ തുടങ്ങി. ചേച്ചി എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, അതുകൊണ്ടെന്താ, നിന്നെ എങ്ങനെ ഒരു കോലത്ത് കാണാൻ പറ്റിയല്ലോ. അല്ല അപ്പച്ചി ശ്യാമന്റെ അമ്മ തൊഴുത്തിൽ കറവക്കാരന് കാശ് കൊടുക്കാൻ പോയി. ശ്യാമ ശിവനെ പേടിച്ച് പേടിയിട്ട് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. നീതു ശ്രീയുടെ കയ്യിലേക്ക് ചായക്കപ്പ് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഷോ എനിക്കിപ്പോൾ ചായ വേണ്ടായിരുന്നു, ഏതായാലും ചേച്ചി തന്ന സ്ഥിതിക്ക് കുടിക്കാം. അതും പറഞ്ഞ് ശ്രീ ചായക്കപ്പ് ചുണ്ടോട് അടുപ്പിക്കാൻ ഒരുങ്ങും മുമ്പേ നീതു പതി അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് നിനക്കല്ല, ശിവക്കാണ്, വേഗം പോയി ഇത് അവന് കൊടുത്തിട്ട് വാ, അപ്പോഴേക്ക് നിനക്കുള്ളത് ഞാൻ ഇവിടെ എടുത്തു വെക്കാം. നീതു പറയുന്നത് കേട്ട് ശ്രീ അവളെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി. ഞാനൊന്നും പോയില്ല, ചേച്ചി കൊണ്ട് കൊടുക്ക്, ഇത് ഞാൻ ചെയ്തോളാം. ശ്രീ നീതുവിൻ്റെ കയ്യിലെ താവി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നിനക്ക് ഇതൊക്കെ അറിയോ? നീതുവിൻ്റെ ചോദ്യം കേട്ടതും ശ്രീ ഇളിച്ചുകൊണ്ട് ഇല്ലെന്ന് ചുമൽ കൂച്ചി. എന്നാലേ എൻ്റെ മോള് വേഗം ഈ ചായ തണുക്കും മുമ്പ് അവന് കൊണ്ടുകൊടുക്ക്, ഇല്ലേലും അത് മതിയാകും അവനത് കാലിപ്പിട്ട് നടക്കാൻ. നീതു പറഞ്ഞതും ശ്രീ മനസ്സില്ലാ മനസ്സോടെ ചായയുമായി റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് പോകുമ്പോഴാണ് അവളുടെ കണ്ണിൽ ഡൈനിങ് ടേബിൾ മേലിരിക്കുന്ന ഉപ്പിൻ്റെ ബോട്ടിൽ കണ്ടത്. ഇത് തിണ്ടി പട്ടി കാലമാടാ, നീ രാവിലെ തന്നെ എൻ്റെ മേലെ വെള്ളം ഒഴിച്ചു, അതിന് നീ ഉപ്പിട്ട ചായ കുടിച്ചാൽ മതി. അറിയാം ഇതെല്ലാം പഴഞ്ഞ ഐഡിയ ആണെന്ന്, എന്നാലും പക അത് വീട്ടാണത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തത്. ശ്രീ ആരും കാണാതെ ചായയിൽ ഉപ്പിട്ട് ഇളക്കി ഒന്നും സംഭവിക്കാത്ത പോലെ റൂമിലേക്ക് നടന്നു. ചായ. ശ്രീ കണ്ണാടിയുടെ മുമ്പിൽ നിന്നും എങ്ങോട്ടോ പോകാനായി റെഡിയാകുന്ന ശിവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോടാരാ എനിക്കുള്ള ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? ആര് കൊണ്ടുവന്നാലും തനിക്ക് ചായ കുടിച്ചാൽ പോരെ? അവിടെ വെച്ചേര്. ശിവ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ശിവൻ പറഞ്ഞത് കേട്ട് ഉള്ളിൽ ഊരി ചിരിച്ച് ശ്രീ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പിന്നിൽ നിന്ന് ശിവൻ വിളിച്ചു. ഈശ്വര, ഇനി നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ചായയിൽ ഉപ്പിട്ടത്? എന്താ? ശ്രീ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം വരാനുണ്ട്, നീ അതനുസരിക്കണം. ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇനി ഞാൻ ഒപ്പിട്ട് ചായ കൊടുക്കണമെന്ന് വല്ലതും ആണോ? പിന്നീട് ശിവൻ പറയുന്ന കാര്യം കേട്ടതും ശ്രീയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വെടുന്നു. താൻ പറഞ്ഞ സത്യാണോ? സന്തോഷത്തോടെ ശിവന്റെ മുന്നിലുള്ള ചെയറിൽ കയറിയുന്നുകൊണ്ട് ശ്രീ ശിവന്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു. തെറ്റിദ്ധരിക്കണ്ടേ, ശ്രീക്ക് ഹൈറ്റ് കുറവാ, അതുകൊണ്ടാണ് കുട്ടി അതിൽ കയറിയത്. ശ്രീയുടെ ചോദ്യം കേട്ട് ശിവൻ അതേന്ന് മൂല്യതും ശ്രീ സന്തോഷത്തോടെ അവനെ കവളിൽ കൈവച്ച് അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവളിൽ ചേർത്ത് ചുംബിച്ചു. ഡേയ്, നീ എന്താടി കാണിക്കുന്നേ?
ശിവൻ ദേഷ്യത്തിൽ ശ്രീ അടത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞപ്പോഴാണ് അവൾക്ക് താൻ എന്താ ചെയ്തെന്ന ബോധം വന്നത്. സോറി, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അറിയാതെ. ശ്രീ ശിവനെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദൈവമേ, നിനക്കറിയാലോ സന്തോഷം വന്നാൽ ഞാൻ ഇങ്ങനെയാണെന്ന്. ഇനി ഇങ്ങനെ പിടിച്ച് ഉമ്മച്ചെന്ന് ശിക്ഷയായ കാലമാണ് എനിക്ക് ഡിവോഴ്സ് തരാതിരിക്കോ? ഇലി ഇട്ടിട്ട് ചോറിലെന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ ഇങ്ങനെ. അതോർത്ത് നീ പേടിക്കണ്ട, ഈ ശിവൻ പറഞ്ഞാൽ പറഞ്ഞോ, 1 വർഷം കഴിഞ്ഞാൽ ഡിവോഴ്സ് ഞാൻ നിനക്ക് വാങ്ങി തന്നിരിക്കും. ശിവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ശ്രീക്ക് തൻ്റെ ആത്മകഥ ഇച്ചിരി ഒച്ചത്തിലായപ്പോ എന്ന് മനസ്സിലായത്. അത് പിന്നെ സോറി, ശ്രീ തപ്പിപ്പെറുക്കിക്കൊണ്ട് പറഞ്ഞു. വേഗം തന്നെ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ 1 വർഷം ഒന്നും ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരില്ല. പിന്നെ ഈ കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായ നിനക്ക്? മനസ്സിലായി. അല്ല, എന്തിനാ വേറൊരു അഡ്വക്കേറ്റിനെ പോയി കാണുന്നത്? എൻ്റെ അച്ഛൻ പൊളിയാ, അച്ഛനോട് പറഞ്ഞ പോരെ? സ്ത്രീയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടതും ശിവൻ അവളെ നോക്കി പല്ല് കടിച്ചു. ഡി വട്ടെ, നീ ശരിക്കും പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതോ? ശിവൻ പറഞ്ഞത് കേട്ട് ശ്രീ അവനെ കൂർപ്പിച്ച് നോക്കി. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞോണ്ട്. അതും പറഞ്ഞ് ശ്രീ ചെയറിൽ നിന്ന് ഇറങ്ങി ടേബിളിലിരിക്കുന്ന അവളുടെ മൊബൈൽ എടുത്തതും ശിവൻ വേഗം അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി. നിനക്ക് തീരെ ബുദ്ധിയില്ലേ? ഇതിപ്പോൾ തന്നെ അങ്ങളുടെ വിളിച്ച് അറിയിച്ചാ ഈ കാര്യം എല്ലാവരും അറിയും. അപ്പോൾ ഇത് നടക്കും തോന്നുന്നുണ്ടോ ഇഡിയറ്റ്? ശിവദേശത്തിൽ അവളുടെ ഫോണ് ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇഡിയറ്റ്, നിന്നെ മറ്റവളടാ പട്ടി. ഈ ഡിവോഴ്സ് ഒന്ന് കിട്ടട്ടെ, എന്നിട്ട് ഇതിനെല്ലാം ഉള്ളത് ഒന്നിച്ച് തന്നോളാം. ശ്രീ മനസ്സിൽ കണക്ക് കൂട്ടി പുറത്തേക്ക് നടന്നു. തമ്പുരാട്ടി ഒന്ന് നിന്നെവിടെ? പുറകിൽ നിന്നുള്ള ശിവന്റെ കളിയാക്കിയുള്ള വിളി വന്നതും അവൾ ഇനി എന്താന്ന മട്ടിൽ അവനെ നോക്കി. പോകുമ്പോഴേ ഈ ഉപ്പിട്ട ചായ കൊണ്ട് പോക്കോ. ശിവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വിളറി വെളുത്തു. എന്നാലും ഇങ്ങനത്തെ എങ്ങനെ അറിഞ്ഞു? എന്തോ ആലോചിച്ച് നിൽക്കടി, കൊണ്ട് പോടി നിന്റെ ഉണക്ക ചായ. ശിവൻ ദേഷ്യത്തിൽ അലറിയതും ശ്രീ വേഗം തന്നെ ചായക്കപ്പം എടുത്ത് താഴേക്ക് ഓടി. പതിവ് ചായ കിട്ടാനായിട്ട് ശിവ താഴേക്ക് വരുമ്പോൾ കണ്ടിരുന്നു ചായയിൽ ഉപ്പിടുന്ന സ്ത്രീയെ. പിന്നെ കാണാത്തതുപോലെ തിരികെ വന്നതാണ്. ശ്രീ പോകുന്നു നോക്കി ശിവ തൻ്റെ കവളിൽ കൈവച്ചു. ഇപ്പോഴും അവളുടെ ആദരങ്ങളുടെ ചൂട് അവൻ്റെ കവളിലുള്ളതുപോലെ അനുഭവപ്പെട്ടതും ശിവൻ ദേഷ്യത്തിൽ കവളിൽ അമർത്തി തുടച്ച് ചുവന്ന് കലങ്ങിയ കണ്ണാൽ കൈ ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. എന്ത് പറ്റി? പോയ പോലെ അല്ലല്ലോ, നല്ല സന്തോഷത്തിലാണല്ലോ വരുന്നേ. 100 വാട്ട് ബൾബിന്റെ വോൾട്ടോട് കൂടി തിളങ്ങി നിൽക്കുന്ന ശ്രീയുടെ മുഖം കണ്ട് നീ ഇത് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, ശ്രീ ചിരിയോടെ പറഞ്ഞു. അല്ല, ശിവൻ ചായ കുടിച്ചില്ലേ? ശ്രീയുടെ കയ്യിൽ ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് നീതി ചോദിച്ചു. അത് പിന്നെ ഞാൻ കൊടുത്തിട്ട് അങ്ങനെ കുടിച്ചില്ല. സാരല്ല, പോട്ടെ, നീ സങ്കടപ്പെടേണ്ട, ഒക്കെ ശരിയാവും. നീതു പറഞ്ഞത് കേട്ട് ശ്രീ തിരിച്ചു പറയാൻ നിന്നപ്പോഴാണ് ശ്യാം അങ്ങോട്ട് വന്നത്. ആഹാ, എൻ്റെ 2 എഴുതിമാർ ഇവിടെ വന്നിരുന്ന് സൊള്ളുവാണോ? ശ്യാം പറഞ്ഞത് കേട്ട് ശ്രീ അവനെ കണ്ണുരുട്ടി നോക്കി. അല്ല, എൻ്റെ ഈ ഭാഗത്തേക്ക് ഈ ടൈമിൽ ഇത് പതിവില്ലല്ലോ. കിച്ചണിലേക്ക് വന്ന ശ്യാമിനെ കണ്ട് നീ ഇത് ചോദിച്ചു. അവിടെ എല്ലാവരും ഹാജരായിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് തന്നാൽ തിന്നായിരുന്നു. അതും പറഞ്ഞ് ശ്യാം ശ്രീയുടെ കയ്യിലുള്ള ചായക്കപ്പ് വാങ്ങി വായിലേക്ക് കമഴ്ത്തിയതും അതേ വേഗത്തിൽ തന്നെ വാഷ് ബേസിലേക്ക് തുപ്പി. അയ്യേ ഏട്ടത്തി, ഈ ചായ ആരുണ്ടാക്കി? ശ്യാം നീതുവിനെ നോക്കി ചോദിച്ചു. ഞാൻ? എന്ത് പറ്റിയടാ? ഏട്ടത്തി ഇന്ന് പഞ്ചസാരക്ക് പകരം ഉപ്പാണ് ഇട്ടത്. ശ്യാം വാ കഴുകിക്കൊണ്ട് നീതുവിനോട് ചോദിച്ചതും നീതു സംശയത്തോടെ ശ്രീയെ നോക്കിയതും അവൾ 2 പേരെയും നോക്കി പല്ലടിച്ച് കാട്ടി. അത് പിന്നെ ഞാൻ അങ്ങേക്കിട്ടൊരു പണി കൊടുക്കാൻ. ബാക്കി പറഞ്ഞ ശ്രീ 2 പേരെയും നോക്കി വെളുക്കനെ ചിരിച്ചു. വെറുതെ അല്ല ശിവൻ ചായ കുടിക്കാഞ്ഞത്. ശ്രീയെ നോക്കി അതും പറഞ്ഞ് നീതു കാസറോളുമായി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. എന്നാലും ശ്രീ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ശ്യാം ദയനീയതയോടെ ശ്രീയെ നോക്കി പറഞ്ഞു. നിന്നോട് അതിലും പറഞ്ഞു ഇതെടുത്ത് മോന്താൻ? മോനെ ശ്യാമേ, ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊന്ന് കരുതിയാൽ മതി. ശ്യാമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ശ്രീ കറി പകർന്ന് വെച്ച ബൗളും എടുത്തുകൊണ്ട് നീതുവിന് പിറകെ പോയി. മോനെ ശിവ, നീ ഇന്ന് ശ്രീയെയും കൊണ്ട് ക്ഷേത്രത്തിലൊന്ന് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ അംബിക ശിവനോട് പറഞ്ഞു. എനിക്ക് പറ്റില്ല. അംബിക പറഞ്ഞു കഴിഞ്ഞതും ശിവൻ മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു. അതെന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. അടുത്ത മാസം കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ന് നീ എവിടെയും പോകില്ല. ഈവനിങ്ങിന് റിസപ്ഷൻ വെച്ച കാര്യം നിനക്ക് അറിയില്ലെന്നുണ്ടോ? അച്ഛൻ ഗൗരവത്തിൽ ശിവനോട് ചോദിച്ചു. അത് ഈവനിങ് അല്ലേ, അപ്പോഴേക്കും ഞാനിങ്ങ് എത്തിക്കോളാം. നീ അച്ഛൻ പറഞ്ഞത് കേൾക്ക് ശിവ, ഇന്ന് നീ പോയേ പറ്റൂ. ഞാൻ കുറച്ച് വഴിപാട് നേർന്നിട്ടുണ്ട്.
അതുകൊണ്ട് നീ മോളെയും കൊണ്ട് പോയിട്ട് വാ. അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ശ്രീ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന രീതിയിൽ കഴിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലമ്മേ. ഇവൾക്ക് പോകണമെന്നാണെങ്കിൽ ശ്യാമിനെയും കൊണ്ട് പോകാൻ പറ. അതിന് ശ്യാമല്ലല്ലോ, നീയല്ലേ അവളെ കെട്ടിയത്. അതുകൊണ്ട് നീ കൂടുതൽ വാശി പിടിക്കാതെ വേഗം കഴിച്ച് ഇവളെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ നോക്ക്. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ശിവൻ വേഗം കഴിച്ച് എഴുന്നേറ്റു. ഡേയ് വരുന്നുണ്ടേ, വേഗം കഴിച്ച് റെഡിയായി വരാൻ നോക്ക്. കൈവേകാൻ പോകുന്നതിനിടയിൽ ശിവൻ ശ്രീയെ നോക്കി കരിപ്പിൽ പറഞ്ഞു. ശിവൻ പറഞ്ഞത് കേട്ടതും ശ്രീ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ വേഗം തന്നെ കഴിച്ച് എഴുന്നേറ്റ് കയ്യിൽ കിട്ടിയ ഒരു ടോപ്പും വലിച്ചിട്ട് റെഡിയായി അവൻ്റെ കൂടെ പോയി. ആ സീറ്റ് ബെൽറ്റ് ഇട് ശ്രീ. കാറിൽ കയറിയിരുന്ന ശ്രീയോട് ശിവൻ പറഞ്ഞു. ഇല്ലെങ്കിലോ